സമ്പത്ത് മാത്രമല്ല, ഗുരുവുമാണ്. സ്വന്തം അനുഭവങ്ങളെ ചട്ടക്കൂടിൽ മാത്രം നിന്നുകൊണ്ട് നാം എല്ലാവരെയും, എല്ലാ വിഷയങ്ങളെയും, സംഭവങ്ങളെയും വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് അത് പരാജയമായി മാറും. കാരണം അത് മഞ്ഞപ്പിത്തക്കാരൻ്റെ ദൃശ്യാവിഷ്കാരം മാത്രമായി മാറും. വൈവിധ്യമാർന്ന അനുഭവങ്ങളുള്ള വ്യക്തികളുടെ അനുഭവം വിശാലമായതും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്നതായിരിക്കും. നാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അഭിമുഖീകരിച്ച വൈഷമ്യങ്ങൾ, അസൗകര്യങ്ങൾ, അവസ്ഥകൾ, അനുഭവങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് നാം മഹാന്മാരെന്ന് വിളിക്കുന്നത്. അനുഭവമാണ് എല്ലാറ്റിൻ്റെയും ഗുണത്തിൻ്റെയും ദോഷത്തിൻ്റെയും ആധാരം. ഒരേ സ്ഥലത്ത് ജീവിതകാലം മുഴുവനും ജീവിച്ചതിനേക്കാൾ ജീവിതാനുഭവം പലയിടത്തും സഞ്ചരിച്ച് വിവിധ ഭാഷക്കാർ, വിവിധ സംസ്കാരങ്ങളുള്ളവർ, വിവിധ മേഖലയിലുള്ളവർ, വിവിധ ജാതി മതസ്ഥരുമായി ബന്ധപ്പെട്ടും ജീവിക്കുന്നത്, ജീവിതത്തെ സംസ്വീകരിക്കുന്നവർക്ക് കൂടുതൽ അനുഭവ സമ്പത്തുണ്ടാകും. അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയല്ല, മറിച്ച് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് നാം സമൂഹത്തിലേക്ക് ഇറങ്ങാം. വ്യത്യസ്ത ജാതി മതത്തിൽപ്പെട്ടവരുമായി, വ്യത്യസ്ത അനുഭവങ്ങളുള്ളവരുമായി, വ്യത്യസ്ത ഭക്ഷണങ്ങൾ, വ്യത്യസ്ത ജീവിതശൈലികൾ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമുക്ക് ഉൾക്കൊള്ളാതെ തള്ളിക്കളയുമ്പോൾ തന്നെ നാം സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് ജീവിതത്തെ കൂടുതൽ വൈവിധ്യമാർന്നതിലേക്ക് മാറുമ്പോഴാണ് നാം പക്വതയുള്ളവരായിത്തീരുന്നത്.